പോകുന്നത് മലയാളത്തിലെ യൂണിറ്റ് 5 നന്നാവാൻ ഒന്നാവാം എന്ന് പറയുന്ന 5-ാമത്തെ യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് അർത്ഥങ്ങൾ അല്ലെങ്കിൽ സമാന പദങ്ങളെയാണ് നോക്കാൻ പോകുന്നത്. ധർമ്മം എന്നതിന്റെ സമാന പദമാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഓക്കെ, ധർമ്മം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. അമരുക എന്നതിന്റെ സമാന പദമാണ് ജീവിക്കുക. അതിജീവിക്കുക എന്ന് പറഞ്ഞാലോ, അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ മറികടക്കുക എന്നാണ് അർത്ഥം. നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നാണ് അർത്ഥം. ആരായുക എന്ന് ചോദിച്ചാൽ എന്താ? ആരായുക എന്ന് പറഞ്ഞാൽ ചോദിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഇനി അടുത്തത് ധൃതി എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നും ഋതുക്കൾ എന്ന് പറഞ്ഞാൽ കാലഭേദങ്ങൾ എന്നുമാണ് അർത്ഥം. ഋതുക്കൾ എന്ന് പറഞ്ഞാൽ കാലഭേദങ്ങൾ എന്നുമാണ് അർത്ഥം. നേര് എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ് അർത്ഥം. ജിജ്ഞാസു എന്ന് പറഞ്ഞാലോ അറിയാൻ ആഗ്രഹമുള്ളയാൾ എന്നാണ് ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ. ദൃഢം എന്ന് പറഞ്ഞാൽ ഉറച്ചത് എന്നാണ് അർത്ഥം. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ആകാംക്ഷ എന്നാണ് അർത്ഥം. ഇനി നമുക്ക് കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം. ധർമ്മം എന്നതിന്റെ വിപരീത പദമാണ് അധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം എന്നതിന്റെ വിപരീതമാണ് അധർമ്മം. വ്യസനം എന്നതിന്റെ വിപരീത പദമാണ് സന്തോഷം. വ്യസനം എന്ന് പറഞ്ഞാൽ എന്താ? വ്യസനം എന്ന് പറഞ്ഞാൽ സങ്കടം എന്നാണ് അർത്ഥം. അതിന്റെ എതിർപദമാണ് ഏത്? സന്തോഷം. സുന്ദരം എന്ന് പറഞ്ഞാൽ സുന്ദരത്തിന്റെ എതിർപദമാണ് വിരൂപം. ഈ നോക്കാവുന്നത് പര്യായ പദങ്ങളാണ്. പര്യായ പദങ്ങൾ ഓക്കെ. പര്യായ പദങ്ങളിൽ ധർമ്മം എന്നതിന്റെ പര്യായ പദമാണ് പുണ്യം, സുഹൃതം, ശ്രേയസ് തുടങ്ങിയ വാക്കുകൾ. നിദ്ര എന്നതിന്റെ പര്യായ പദമാണ് ശയനം, സുപ്തി തുടങ്ങിയ വാക്കുകൾ. സ്നേഹത്തിന്റെ പര്യായ പദമാണ് മമത, മൈത്രി, കൂറ്, ഇഷ്ടം തുടങ്ങിയൊക്കെ സ്നേഹത്തിന്റെ പര്യായ പദങ്ങളാണ്. ലോകം എന്നുള്ളതിന്റെ പര്യായ പദമാണ് പ്രപഞ്ചം, വിശ്വം. സുന്ദരം എന്നുള്ളതിന്റെ വിപരീത പദമാണ് എന്ത്? മനോഹരം, കമനീയം, രമ്യം തുടങ്ങിയ വാക്കുകൾ. സുഖം എന്നുള്ളതിന്റെ വിപരീത പദമാണ് ഏത്? ഹർഷം, പ്രമോദം, ശാന്തം, ശർമ്മം തുടങ്ങിയ വാക്കുകൾ. കാക്ക എന്നുള്ളതിന്റെ വിപരീത പദമാണ് വായസം, കരടം, ബലിബുക്ക് തുടങ്ങിയ, അതുപോലെ കാകൻ തുടങ്ങിയ വാക്കുകൾ. ആട് എന്നതിന്റെ വിപരീതമാണ് അജം, മേശം തുടങ്ങിയവ. പൂമ്പാറ്റ എന്നുള്ളതിന്റെ വിപരീത പദമാണ് ചിത്രശലഭം, ശലഭം, പുഷ്പപതംഗം തുടങ്ങിയ വാക്കുകൾ. തേനിനെ നമുക്ക് എന്തൊക്കെ വിളിക്കാൻ പറ്റും? തേൻ എന്നുള്ളതിന്റെ വിപരീത പദമാണ് മധു, മരന്തം, മകരന്തം തുടങ്ങിയ വാക്കുകൾ. കള്ളത്തിന്റെ സമാന പദങ്ങൾ പര്യായ പദങ്ങളാണ് ഇത്. പര്യായ പദങ്ങളാണ് കേട്ടോ പറയുന്നത്. കള്ളത്തിന്റെ പര്യായ പദങ്ങളാണ് പുള്ളി, അതുപോലെ വ്യാജം തുടങ്ങിയവ. പുഞ്ചിരിയുടെ പര്യായ പദങ്ങളാണ് ഏത്? മന്ദഹാസം, സ്മേരം തുടങ്ങിയവ. സന്തോഷം എന്നുള്ളതിന്റെ പര്യായ പദങ്ങളാണ് ആമോദം, ആനന്ദം, ഹർഷം, ആഹ്ലാദം തുടങ്ങിയ വാക്കുകൾ. ഇത് പര്യായ പദങ്ങളാണ് കേട്ടോ മക്കളെ. ഞാൻ സാർ നേരത്തെ സ്പീഡിൽ പറഞ്ഞ സമയത്ത് എവിടെയോ വിപരീത പദങ്ങൾ എന്ന് അറിയാതെ മെൻഷൻ ചെയ്ത പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പര്യായ പദങ്ങളാണ് പറയുന്നത്. ഇരുട്ട് എന്നുള്ളതിന്റെ പര്യായ പദമാണ് അന്ധകാരം, തിമിരം, തമസ് തുടങ്ങിയ വാക്കുകൾ. ഇനി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പിരിച്ചെഴുതാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. തലോടിക്കൊണ്ട് എന്നുള്ളത് പിരിച്ചെഴുതിയാൽ തലോടി പ്ലസ് കൊണ്ട് എന്നാവും. മോഷ്ടിച്ചതാണെന്ന് പിരിച്ചെഴുതിയാലോ? മോഷ്ടിച്ചത് പ്ലസ് ആണ് എന്നാണ് വായിക്കുക. ശാന്തനായി എന്നുള്ളത് പിരിച്ചെഴുതിയാൽ ശാന്തൻ പ്ലസ് ആയി. കുറ്റവാളിയായി എന്നുള്ളത് പിരിച്ചെഴുതിയാലോ? കുറ്റവാളി പ്ലസ് ആയി എന്നാണ് വായിക്കുക. വെള്ളിത്തുട്ടുപോലെ എന്ന് പിരിച്ചെഴുതിയാലോ? 3 വാക്കുകളായിട്ടാണ് മാറുക. വെള്ളി പ്ലസ് തുട്ട് പ്ലസ് പോലെ എന്നായിട്ട് മാറും. തിരയടിക്കുമ്പോഴും എന്നുള്ള വാക്ക് പിരിച്ചെഴുതിയാലോ? തിര പ്ലസ് അടിക്കുമ്പോഴും എന്നായിട്ട് മാറും. ഇഴഞ്ഞെങ്ങോട്ടാ എന്നുള്ള വാക്ക് പിരിച്ചെഴുതിയാൽ ഇഴഞ്ഞ് പ്ലസ് എങ്ങോട്ടാ എന്നിങ്ങനെയായിട്ട് മാറും. പറന്നല്ലാതെ എന്ന് പിരിച്ചെഴുതിയാലോ? പറന്ന് പ്ലസ് അല്ലാതെ എന്നായിട്ട് മാറും. ചാടി അല്ലാതെ എന്നുള്ള വാക്ക് പിരിച്ചെഴുതിയാല് ചാടി പ്ലസ് അല്ലാതെ എന്നാണ് വായിക്കുക. നന്നാവാൻ ഒന്നാവാം, നമ്മൾ ഈ പാഠഭാഗത്തിന്റെ പേരായുള്ള നന്നാവാൻ ഒന്നാവാം എന്ന് പിരിച്ചെഴുതിയാല് നന്നാവാൻ പ്ലസ് ഒന്നാവാം എന്നായിട്ട് മാറും. വിഷമമായോ എന്ന് പിരിച്ചെഴുതിയാല് വിഷമം പ്ലസ് ആയോ എന്നായിട്ട് മാറും. ചെന്നൊരറ്റ എന്ന് പിരിച്ചെഴുതിയാല് ചെന്ന് പ്ലസ് ഒരു പ്ലസ് ഒറ്റ എന്നായിട്ട് മാറും. ഇനി ഇതുമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ?
സമഭാവന എന്ന കവിത എഴുതിയത് ആരാണ്? സമഭാവന എന്ന് പറയുന്ന കവിത എഴുതിയത് സഹോദരൻ അയ്യപ്പനാണ്. നമ്മുടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആയിട്ടുള്ള സഹോദരൻ അയ്യപ്പനാണ് സമഭാവന എന്ന് പറയുന്ന കവിത എഴുതിയത്. സമഭാവന എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്ന്, എല്ലാവരും തുല്യരാണെന്ന് പറയുന്നുണ്ട്. അതുപോലെയോ എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ള അർത്ഥം അതിനുണ്ട്. നമ്മുടെ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി മൂന്നാമത്തെ ചോദ്യമോ, സമഭാവന എന്ന കവിതയിൽ എല്ലാവരും സുഖമായി കഴിയണമെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് കവി പറയുന്നത്? കവി പറയുന്നത് എല്ലാവരും തുല്യരാണെന്ന ചിന്തയുണ്ടാകണം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് എന്ന് പറയുന്നത്. ഈ നാലാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? നാലാമത്തെ ചോദ്യം എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞതാരാ? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അഞ്ചാമത്തെ ചോദ്യമോ, ശ്രീബുദ്ധന്റെ യഥാർത്ഥ പേര്? ശ്രീബുദ്ധന്റെ യഥാർത്ഥ പേരാണ് സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥ രാജകുമാരനാണ് ശ്രീബുദ്ധനായിട്ട് മാറിയത് കേട്ടോ. ആറാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ശരിയായുള്ള പദം ഏതാ? എല്ലാം ദൃഢം എന്നാണ്. ദൃഢം എന്നുള്ളതിൽ കറക്റ്റ് ആയിട്ട് പറയേതാണ് ഓപ്ഷൻ ബി ആണ് ദൃഢം. ഡ എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, അക്ഷരം ശ്രദ്ധിക്കുക. ഏഴാമത്തെ ചോദ്യമോ, ദൃഢമേവരും ഇവിടെ സുഗമം വരണ്ടേവരല്ലോ. ഇവിടെ അമരുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അമരുക എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് ജീവിക്കുക എന്ന് പറയാൻ പറ്റും. ജീവിക്കുക എന്ന് പറയാൻ പറ്റും. സാർ നേരത്തെ വാക്കുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയോ കഴിയുക എന്നും പറയാൻ പറ്റും. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇനിയോ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? എട്ടാമത്തെ ചോദ്യം, എല്ലാവർക്കും സുഖമായി ജീവിക്കാൻ എന്തു ചെയ്യണം എന്നാണ് കവിതയിൽ പറഞ്ഞത്? എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? സമഭാവന കൈക്കൊള്ളണം എന്നാണ് പറയുന്നത്. ഒമ്പതാമത്തെ ചോദ്യമോ, വലുതിന്നിര ചെറുതെന്നതു മൃഗജീവിത നിയമം. ചെറുതിൻ തുണ വലുതെന്നതു തന്നെ നരധർമ്മം. ദൃഢമേവരും ഇവിടെ സുഗമമരണ്ടവരല്ലോ. സമഭാവന കൈക്കൊള്ളുക സമഭാവന ശരണം. നരധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? മനുഷ്യന്റെ കടമ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി പത്താമത്തെ ചോദ്യത്തിലേക്ക് നോക്കിയാലോ? എന്താണ്? എല്ലാവരും സുഗമമായി കഴിയണമെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് കവി പറയുന്നത്? എന്താ പറയുന്നത്? എല്ലാവരും തുല്യരാണെന്ന് എന്ന ചിന്ത ഉണ്ടാവണം എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഈ 11ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? VM ഗിരിജയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒരിക്കൽ എന്നുള്ളതാണ് ഉൾപ്പെടാത്തത് കേട്ടോ. ഒരിക്കൽ VM ഗിരിജയുടെ കൃതി അല്ല. പാവയൂണ് എന്ന കവിതയിൽ പാറുകയായി മീനുക്കുട്ടിയൊരാളം വിടുവാൻ പാടില്ല എന്ന വരിയിൽ പാറുകയായി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അർത്ഥം? ഓപ്ഷൻ എ ആണ്. എന്താണ് പറയാ? വേഗത്തിൽ പോവുക എന്നുള്ളത് ശരി ഉത്തരാണ്. പറക്കുക എന്നുള്ളത് ശരി ഉത്തരാണ്. ഓടുക എന്ന് പറയുന്നത് ശരി ഉത്തരാണ്. പറയുക എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം നോക്കൂ, ആരാർ എന്ന് പിരിച്ചെഴുതിയാലോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ആര് പ്ലസ് ആർ എന്നാണ് ശരിയായുള്ള ഉത്തരമായിട്ട് വരിക. ഇനി 14ാമത്തെ ചോദ്യം നോക്കൂ, പാവയൂണിന് പന്തിയൊരുങ്ങിയപ്പോൾ അമ്മ പകച്ചു പോകാൻ കാരണം എന്ത്? എന്താ കാരണം? പ്രപഞ്ചം മുഴുവൻ വന്നതുകൊണ്ടാണ് അമ്മ പകച്ചു പോയത്. ഓക്കെ. 15ാമത്തെ ചോദ്യം നോക്കൂ, പന്തി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? പന്തി എന്ന പദത്തിന്റെ അർത്ഥം ഉണ്ണാൻ ഇരിക്കുന്നവരുടെ വരി എന്നാണ്. ഓക്കെ. 16ാമത്തെ ചോദ്യത്തിലോട്ട് പോയാല് ചോദ്യം എന്താ നമുക്ക് വായിച്ചു നോക്കിയാലോ? ഏറ്റവും ധൃതി പിടിച്ചാണ് പോക്ക് എന്ന് സൂചിപ്പിക്കുവാൻ ഏത് വാക്കായിരിക്കും കൂടുതൽ യോജിക്കുക? ഏത് വാക്കായിരിക്കും? പാറുകയായി. ധൃതി പിടിച്ചു പോകുക എന്നുള്ളതിനെ നമുക്ക് പാറുകയായി എന്ന് പറയാൻ പറ്റും. ഇനി 17ാമത്തെ ചോദ്യത്തിലോട്ട് പോയാല് താഴെ കൊടുത്തിരിക്കുന്നതിൽ പന്തിയിൽ പക്ഷഭേദം കാണിക്കരുത് എന്ന ചൊല്ലിന് ശരിയായുള്ള അർത്ഥം എന്താണ്? ഒരവസരം വരുമ്പോൾ കൂട്ടത്തിൽ ചിലരെ മാത്രം ഒഴിവാക്കാൻ പാടില്ല. 18ാമത്തെ ചോദ്യം, യശോദ ആരാണ്? ശ്രീകൃഷ്ണന്റെ അമ്മയാണ്. 19ാമത്തെ ചോദ്യത്തിലോട്ട് വന്നാല് ഉണ്ണാൻ വിളിച്ചു കൂട്ടിയവർക്കുള്ള പൊതുവായ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? ഒന്ന്, അവർ എല്ലാവരും ആരായിരുന്നു? നല്ലവരായിരുന്നു. അതുപോലെ അവർ ശാരീരിക പരിമിതികളെ അതിജീവിച്ചവരായിരുന്നു. പിന്നെയോ അവർ മനുഷ്യന്റെ ദുഷ്ടകർമ്മങ്ങളുടെ ഫലം പേർന്നവരായിരുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. 20ാമത്തെ ചോദ്യം, ഉറുമ്പിന്റെ അഹങ്കാരത്തിന് ആന പറയുന്ന മറുപടി എന്താണ്? എന്താ പറയുന്നത്? കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ. അതാണ് ആന പറയുന്നത്. 21ാമത്തെ ചോദ്യം നോക്കിയാലോ? വിതച്ചതേ കൊയ്യൂ എന്ന ചൊല്ലിന്റെ അർത്ഥം ആകാൻ സാധ്യത ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സാധ്യത ഇല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. മത്തൻ വിതച്ചാലേ കുമ്പളം കൊയ്യാൻ പറ്റൂ എന്നുള്ളത് ഇവിടെ ശരിയല്ല. സാധ്യത ഇല്ലാത്ത
ഒരു പഴഞ്ചൊല്ലാണ്. 22ാമത്തെ ചോദ്യം നോക്കൂ. മനസ്സിൽ തിരയടിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? മനസ്സ് അസ്വസ്ഥമാണെന്ന് പറയാൻ പറ്റും. അതുപോലെ മനസ്സ് വളരെയധികം വിഷമത്തിലാണെന്നും പറയാൻ പറ്റും. നമ്മുടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഇനി 23ാമത്തെ ചോദ്യം നോക്കൂ. കള്ളം എന്ന കവിതയിൽ അവസാനം പറയുന്ന സത്യം എന്താണ്? എന്താണ്? ഞാൻ എന്റെ വേദനകളെ അതിജീവിച്ചു എന്ന് പറയുന്നതാണ് സത്യം. 24ാമത്തോ, അതിജീവിക്കുക എന്ന പദത്തിന്റെ ശരിയായുള്ള അർത്ഥം എന്താണ്? മറികടക്കുക. മറികടക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇനി 25ാമത്തെ ചോദ്യത്തിലോട്ട് വന്നാൽ വേദനകളെ അതിജീവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയാ? വേദനകളെ അതിജീവിച്ചു എന്ന് പറഞ്ഞാല് നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മൂന്നാമതായിട്ട് പറയുന്ന വേദനകളിൽ നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി 26ാമത്തെ ചോദ്യം നോക്കൂ. യാങ് എന്തുകൊണ്ടാണ് മോഷണത്തിന് ഇറങ്ങിയത്? എന്തുകൊണ്ടാണ്? വിശപ്പ് കൊണ്ടാണ്. വിശപ്പ് കാരണമാണ് യാങ് മോഷണത്തിന് ഇറങ്ങിയിട്ടുള്ളത്. 27ാമത്തെ ചോദ്യത്തിലോട്ട് വന്നാൽ വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയും അടുത്ത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു. എന്തുകൊണ്ടാണ് യാങ്ങിന് അങ്ങനെ തോന്നിയത്? എന്താ തോന്നാൻ കാരണം? യാങ്ങിനെ മെത്രാൻ സംരക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെയോ മെത്രാൻ യാങ്ങിനോട് മനുഷ്യത്വം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് യാങ്ങിന് അങ്ങനെ തോന്നിയിട്ടുള്ളത്. 28ാമത്തെ ചോദ്യത്തിലോട്ട് വന്നാലോ. ജേതാവിനെ പോലെ നിന്ന പോലീസുകാരൻ എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? വിജയിയെ പോലെ നിന്ന പോലീസുകാരൻ എന്നാണ് അർത്ഥം വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്തത് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോനാണ്. 30ാമത്തെ ചോദ്യത്തിലോട്ട് വന്നാലോ. നേരും നുണയും എന്ന പാഠഭാഗം ഏത് നോവലിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? പാവങ്ങൾ എന്ന് പറയുന്ന ഓപ്ഷൻ എ, പാവങ്ങൾ എന്ന് പറയുന്ന നോവലിനെ, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. 31ാമത്തെ ചോദ്യമോ. പാവങ്ങൾ ലെ മിസറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള വിക്ടർ ഹ്യൂഗോയാണ്. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 32ാമത്തെ ചോദ്യത്തിലോട്ട് വന്നാൽ നേരും നുണയും എന്ന കഥയിൽ ചന്ദ്രനെ വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്യം എന്താണ്? വെള്ളിത്തുട്ട് പോലെ തിളങ്ങുന്ന ചന്ദ്രൻ. 33ാമത്തെ ചോദ്യമോ. മെത്രാൻ യാങ്ങിനെ ചുമലിൽ തലോടിയത് എന്തുകൊണ്ടാണ് മക്കളെ? ഒന്ന് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. യാങ്ങിനോടുള്ള സ്നേഹം കൊണ്ട്. അതുപോലെ യാങ് കുറ്റഭാരത്താൽ തന കുലിച്ചതുകൊണ്ട്. 34ാമത്തെ ചോദ്യമോ. മണ്ണാങ്കട്ടയും കരിയിലയും തോന്നിയ പോലൊരു പുഴ തുടങ്ങിയവ ആരുടെ കവിതാ സമാഹാരങ്ങളാണ്? ആര്യാംബികയുടെ കവിതാ സമാഹാരങ്ങള് ആണ്. പാവയൂണ് എന്ന കവിതയുടെ അടിസ്ഥാന ആശയം എന്താണ്? പാവയൂണ് എന്ന് പറയുന്ന കവിതയുടെ അടിസ്ഥാന ആശയമാണ് ഈ പറയുന്ന എല്ലാ ഓപ്ഷനിലും പെടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും ഒരേ മനസ്സോടെ കാണണം. സ്നേഹവും സൗഹൃദവും സമഭാവനയുമാണ് ലോകത്തെ സുന്ദരമാക്കുന്നത്. പുഞ്ചിരി കൊണ്ട് എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കാൻ കഴിയും. സമഭാവനയോടെ എല്ലാവരെയും കാണാൻ കഴിയണം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി 36ാമത് നോക്കിയാലോ. കള്ളം എന്ന കവിതയിൽ എപ്പോഴൊക്കെ കള്ളം പറയാമെന്നാണ് കവി സൂചിപ്പിക്കുന്നത്? നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതെല്ലാം കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിച്ചാൽ. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ച് തിരക്കാണോ എന്ന് ചോദിച്ചാല്. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാല് ഒക്കെ നമുക്ക് കള്ളം പറയാൻ പറ്റുമെന്നാണ് കവി പറയുന്നത്. ഇനിയോ, ഇതിനോട് ചേരും പഠിച്ചെടുക്കാനാ. നോക്കൂ. മലയപ്പുലിയനാ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. അത് എതിലെയാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ഓപ്ഷൻ സി ആയിട്ടുള്ള ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന് പറയുന്ന കവിതയിലാണ്. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് മൃതായി തോന്നൂ. ഓക്കെ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താ? ഡി ആയിട്ടുള്ള വള്ളത്തോളാണ് ആ വരികൾ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തതോ. കൂട്ടരെ നോക്കുവിനമ്പെ കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. അത് ആരുടെ വരികളാണ്? അത് നമ്മുടെ വൈലോപ്പിള്ളിയുടെ വരികളാണ്. ഇനിയോ 4ാമത്തെ നോക്കൂ. മണിയുണ്ണികളങ്ങു നിങ്ങളെ കണി കാണാതെ ഇരിപ്പെ എങ്ങനെ. ഇത് ആരെഴുതിയത്? ആരുടെ വരികളാ? ഇത് ഉള്ളൂരിന്റെ വരികൾ ആണ്. ഇനിയോ, നമ്മൾ കത്ത് തയ്യാറാക്കാനാണ്. കത്തിന്റെ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. സാർ നേരത്തെ മുന്നത്തെ ക്ലാസ്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് വേണം? ഒരു ഡേറ്റ് വേണം, അതുപോലെ പേര് അത് വേണം. പിന്നെയോ ഒരു അഭിസംബോധന. ഇവിടെ ബഹുമാനപ്പെട്ട മൈത്രാൻ അച്ഛന് കൊടുക്കുന്നുണ്ട്. ഒരു അഭിസംബോധന വേണം. എന്നിട്ട് നമ്മൾ തുടങ്ങണം. കത്തിന്റെ കണ്ടന്റ് തുടങ്ങണം. കണ്ടന്റ് ജസ്റ്റ് സുഖമല്ലേ, അല്ലെങ്കിൽ സുഖമായിരിക്കുന്നു ഒക്കെ ചോദിച്ചിട്ട് തുടങ്ങണം. അവസാനത്തിൽ എന്താ വേണ്ടേ? അവസാനത്തില് സ്നേഹാദരങ്ങളോടെ അല്ലെങ്കിൽ വിശ്വസ്തയോടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പേര് എഴുതിയിട്ട് ഒപ്പുവെക്കണം. പിന്നെയോ ഒരു ഭാഗത്ത് നമ്മുടെ അഡ്രസ്സും കൊടുക്കണം. ഓക്കെ,
ഇത് രണ്ടാമത്തെ ഒരു മാതൃകയാണ്. ഈ രണ്ട് മാതൃകയും അയച്ചു വരുമ്പോൾ മക്കൾ വായിച്ചു നോക്കുക, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.